കേരള സർക്കാർ നൽകുന്ന ക്ഷേമ പെൻഷൻ 2000 രൂപയായി വർദ്ധിപ്പിച്ചു. 1600 രൂപയാണ് നിലവിൽ ക്ഷേമ പെൻഷൻ അനുവദിക്കുന്നത്. പെൻഷൻ വർദ്ധിപ്പിച്ചതോടെ ക്ഷേമ പെൻഷൻ വിതരണത്തിനായി 13,000 കോടി രൂപ സർക്കാർ പ്രതിവർഷം നീക്കിവെക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. സ്ത്രീ സുരക്ഷയ്ക്ക് പുതിയ പദ്ധതി ആരംഭിക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു. അടുത്ത വർഷം ആദ്യത്തിൽ ദുബായിൽ പറക്കും ടാക്സികളുടെ സേവനം ആരംഭിക്കാനിരിക്കെ ഹോട്ടൽ, ആശുപത്രി യാത്രകൾക്ക് സംവിധാനം ഉപയോഗിക്കാനുള്ള സാധ്യത തേടി അധികൃതർ. പദ്ധതി നടപ്പിലാക്കുന്ന ജോബി ഏവിയേഷനാണ് ഹോട്ടലുകളിലും ആശുപത്രികളിലും നിലവിലുള്ള ഹെലിപാഡുകൾ ഉപയോഗിച്ച് പറക്കും ടാക്സികൾ സർവീസ് നടത്താനുള്ള സാധ്യത പരിശോധിക്കുന്നത്. നിയമലംഘനങ്ങൾ വഴി ട്രാഫിക് ബ്ലാക്ക് പോയിന്റുകൾ വർദ്ധിച്ചാൽ 21 വയസ്സിൽ താഴെ പ്രായമുള്ള പ്രൊബേഷണറി ഡ്രൈവർമാരുടെ ലൈസൻസ് റദ്ദാക്കുമെന്ന് അബുദാബി പോലീസ്. ഒരിക്കൽ ലൈസൻസ് റദ്ദാക്കിയാൽ 1 വർഷത്തേക്ക് പുതിയ ലൈസൻസിന് അപേക്ഷിക്കാനാവില്ല. യുവ ഡ്രൈവർമാർക്കിടയിൽ ഉത്തരവാദിത്തം വളർത്തുന്നതിനും കടുത്ത നിയമലംഘനങ്ങൾ കുറയ്ക്കുന്നതും ലക്ഷ്യമിട്ടാണ് നടപടിയെന്ന് അധികൃതർ അറിയിച്ചു. വിമാനയാത്രയ്ക്കിടെ ഹൃദയാഘാതമുണ്ടായ സഹയാത്രികന് രക്ഷകരായ 2 മലയാളി നഴ്സുമാർ. ഈ മാസം 13-ന് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് അബുദാബിയിലേക്ക് പുറപ്പെട്ട എയർ അറേബ്യ വിമാനത്തിലാണ് സംഭവമുണ്ടായത്. പുലർച്ചെ വിമാനം അറബിക്കടലിന് മുകളിലൂടെ പറക്കുമ്പോഴാണ് 34 വയസ്സുകാരനായ തൃശൂർ സ്വദേശിക്ക് ഹൃദയാഘാതം സംഭവിച്ചത്. യുവ നഴ്സുമാരായ വയനാട് സ്വദേശി അഭിജിത്ത് ജീസും ചെങ്ങന്നൂർ സ്വദേശി അജീഷ് നെൽസനുമാണ് യുവാവിന് അടിയന്തര ചികിത്സ ലഭ്യമാക്കിയത്.